ഹലോ, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. 2023 ഫെബ്രുവരി 4 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. സ്റ്റോർ അറ്റൻഡർ എക്സാമാണ് ഇത്. ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടാവും. ഇതിൻ്റെ ആൻസർ കോഡൊന്നും വെച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവർത്തന ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ നേരെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. ഉത്തരം ഇവിടെ പറയുന്നുണ്ട്. പ്രസ്താവനകൾ: ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. സിവിൽ നിയമലംഘനം പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. അവിടെ നേരെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ബി. എന്താണ്? 2 മാത്രമാണ്. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത് ലാഹോർ സമ്മേളനത്തിലല്ല. ഇവിടെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്നും സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു എന്നതുമാണ് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ: ഖേദ സമരം, മീററ്റ് സമരം, ചമ്പാരൻ സമരം, ഹോം റൂൾ സമരം. ഇതിൽ ഉത്തരം 1ഉം 3ഉം ആണ് കേട്ടോ. ഖേദ സമരവും ചമ്പാരൻ സമരവുമാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരം. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികളാണ് മൗണ്ട് ബാറ്റൺ പ്രഭു, ഇർവിൻ പ്രഭു, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. 1ഉം 2ഉം, 1ഉം 3ഉം, 2ഉം 3ഉം, 3ഉം 4ഉം. ഉത്തരം ഏതാണ്? ഏതാണ്? 1ഉം 2ഉം. മൗണ്ട് ബാറ്റണും ഇർവിൻ പ്രഭുവും എന്തല്ല, ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്നില്ല. ബാക്കി 2 ആളും ക്യാബിനറ്റ് മിഷൻ അംഗമായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന: 1798 നടപ്പിലാക്കിയത്. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനികളുടെ സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ കഴ്സൺ പ്രഭുവാണ് എന്നുള്ളതാണ് ഏത്. ഉത്തരം 2 മാത്രമാണ് ബന്ധപ്പെടാത്ത പ്രസ്താവന ഉള്ളത്. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത് എന്നതാണ് തെറ്റ് കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ: മൗലാന മുഹമ്മദ് അലി, മുഹമ്മദ് അലി ജിന്ന, സാലിം അലി, മൗലാന ഷൗക്കത്ത് അലി. ഉത്തരം സി ആണ്. 1ഉം 4ഉം. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവയാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പേരുകൾ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഉത്തരം ഡി, അയർലൻഡ്. അപ്പോൾ ഈ സ്വീകരിച്ചതും കടമെടുത്തതും ഒക്കെ ഒന്ന് പഠിച്ചോളാം. ഓരോന്ന് പഠിക്കുമ്പോഴും അതിൻ്റെ അക്ഷരങ്ങൾ വെച്ച് കോഡ് വെച്ച് പഠിക്കണം കേട്ടോ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം? ഉത്തരം ബി, മണിപ്പൂറാണ് കേട്ടോ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം മണിപ്പൂരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ബി, രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം സി, രാജസ്ഥാനാണ്. സി, രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം ആർക്കാണ്? പാർലമെൻറ്റിനാണ് കേട്ടോ. ഗവർണർക്കോ ഉപരാഷ്ട്രപതിക്കോ പ്രധാനമന്ത്രിക്കോ അല്ല. ആർക്കാണ്? പാർലമെൻറ്റിനാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? വൈക്കം സത്യാഗ്രഹം, TK മാധവൻ. പാലിയം സത്യാഗ്രഹം, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഗുരുവായൂർ സത്യാഗ്രഹം, K കേളപ്പൻ. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഉണ്ട്. ഏതൊക്കെയാണ്? ഉത്തരം ബി ആണ്. 2 മാത്രമാണ്. പാലിയം സത്യാഗ്രഹം, വക്കം അബ്ദുൽ ഖാദർ അല്ല. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, അഭിനവ കേരളം, ആദിഭാഷ. ഉത്തരം എ ആണ്. 1ഉം 4ഉം. ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് ആദിഭാഷയും വേദാധികാര നിരൂപണവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം പഠിച്ചാലേ നമുക്ക് തന്നിരിക്കുന്നവയിൽ അല്ലാത്തതും ആയതും കണ്ടെത്താൻ പറ്റുള്ളൂ.
ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ. കോവിലകത്തും വാതുക്കൽ തൃശൂർ പൂരം ആരംഭിച്ചു. കുളച്ചൽ യുദ്ധം നടന്നു. കുടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ. ഡി 1, 2, 4. കോവിലകത്തും വാതുക്കൽ, അതേപോലെ തൃശ്ശൂർ പൂരം ആരംഭിച്ചു, ശക്തൻ തമ്പുരാനാണ്. കുടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതതാരാണ്? അതും ശക്തൻ തമ്പുരാനാണ്. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ. ബി വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സംഘടനയുടെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് 1721 ഇത് നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം നൽകിയത്. യോജിക്കാത്ത പ്രസ്താവന 4 മാത്രമാണ്. കാരണം കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. കേരളത്തിലെ ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപവും, എന്നാൽ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. ഇത് 1721 നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. ഇതിൽ 4 മാത്രമാണ് യോജിക്കാത്ത പ്രസ്താവന ഉള്ളത് കേട്ടോ. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരനായ രാജ്യങ്ങൾ. ഉത്തരം ഡി ഫ്രാൻസ് ആണ്. 2ാം സ്ഥാനക്കാർ ഫ്രാൻസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല. ഉത്തരം ബി ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത്. ബി ബാർലി. ചോളം, നെല്ല്, പരുത്തി എന്നിവ എന്താണ്? ഖാരിഫ് വിളയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 1998 മെയ് 17 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം പെരുംകുളം. വായനാ ദിനം എന്നാണ്? ജൂൺ 19 കേട്ടോ. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെൻറ്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഉത്തരം 101 ഭേദഗതിയാണ്. ഉത്തരം സി 101 ഭേദഗതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം MS സ്വാമിനാഥനാണ് കേട്ടോ. ഉത്തരം എ MS സ്വാമിനാഥൻ. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഉത്തരം ബി NK സിംഗ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മെഹ്ലാനോബിസ് ആണ്. ശരിയായത് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ബി ആണ്. ഇതിൽ 1, 2, 3, 4 എന്നിവ എല്ലാം എന്താണ്? ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950. ഇവിടെ 4 ചോദ്യവും 4 ഉത്തരവും ഉണ്ട് നമുക്ക് പഠിക്കാൻ. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി ആയിരിക്കും. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മെഹ്ലാനോബിസ് ആണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം കറുത്ത മണ്ണാണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? ഉത്തരം കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്?
തെക്ക് കിഴക്കൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ, വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഉത്തരം ഡി. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് മഴ ലഭിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽ വനങ്ങളാണ്. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപ ഫലമായി രൂപപ്പെട്ടതാണ്? ഉത്തരം ഗംഗയും ബ്രഹ്മപുത്രയുടെയും ആണ്. ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? ആസാം, ഒഡീഷ. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാം, ഒഡീഷയാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല? ഉത്തരം മലപ്പുറമാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് കേട്ടോ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? NH 744. ഡെക്കാൻ പീഠഭൂമികളുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം? വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? ഡി. പാലക്കാടാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് കേട്ടോ. നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? വെള്ളായണി കായലാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്? കുമളിയാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടത്? ആലുവ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടിയാണ്. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി? അയണോസ്ഫിയർ. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. വിത്തും കൈക്കോട്ടം എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റെ സൃഷ്ടിയാണ് വിത്തും കൈക്കോട്ടും. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ജൂളാണ്. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. അവസാനം രൂപം കൊണ്ട സംസ്ഥാനവും തെലുങ്കാനയാണ്. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്? ആസാ രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ 5G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചത് 2022 ഒക്ടോബർ 1 മുതലാണ് കേട്ടോ. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ? ഉത്തരം പ്രജന്താണ്. പ്രജന്ത്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി? നൂറുമേനി.
വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോളാണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. ഇവയിൽ ശരിയായത് പ്രസ്താവന. സി 1ഉം 2ഉം ശരിയാണ് അല്ലേ. താഴെ വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോളാണ്. അതേപോലെ തന്നെ വിറ്റാമിൻ എയുടെ അഭാവം മൂലം കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ എ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ ഉത്തരം ഏതാണ്? സി ആണ്. 1ഉം 2ഉം ശരിയാണ്. 2 പ്രസ്താവനയും ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരാണ് സ്റ്റേപ്പിസ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തിയാണ്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യൻ്റെ ശരീരഭാഗം വൃക്കയാണ്. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സോന്ദേബോ. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം ആറ്റോമിക നമ്പർ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഡി സിനബർ ആണ് മെർക്കുറിയുടെ അയിര്. പ്രഷർ കുക്കറിൽ ആഹാര വസ്തുക്കൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നതിലേത് കാരണം കൊണ്ടാണ്? താപപ്രസരണം വേഗത്തിൽ നടക്കുന്നത് കൊണ്ട്, മർദ്ദം കൂടുതൽ, ജലത്തിൻ്റെ തലനില വർദ്ധിക്കുന്നത് കൊണ്ട്. അപ്പോൾ നമുക്ക് ബി ആണ് ഉത്തരം. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? സി ജഡത്വം. ഏതൊരു പദാർത്ഥത്തിനും അതിനെ തന്നെ അവസ്ഥ തുടരാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഉത്തരം ജഡത്വം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് കേട്ടോ. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? ആദിത്യ L1. കൊതുകിൻ്റെ മുട്ട വിരിയാനെടുക്കുന്ന ദിവസം 8 ദിവസം. പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗം ബ്രോങ്കൈറ്റിസ് ആണ് കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഉത്തരം ജനീവയാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണമാണ് തലയോട്ടിയിലെ സന്ധി. ഇടുപ്പ് സന്ധി, കൈമുട്ടിലെ സന്ധി, കാൽമുട്ടിലെ സന്ധിയൊക്കെ ചലനം ഉണ്ട്. തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. തലച്ചോറ്, ഹൃദയം, ആമാശയം, വൃക്ക. ഏതാണ്? വൃക്കയാണ് കേട്ടോ ഉത്തരം. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൃദയത്തിൽ 4 അറകളുള്ളത് മനുഷ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ബി വീണ ജോർജ്. താഴെ പറയുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് ഡി. വിറ്റാമിൻ ബി ആണ്. ഓപ്ഷനാണ് ഞാൻ ഡി വായിച്ചത് കേട്ടോ. ഉത്തരം വിറ്റാമിൻ ബി ആണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ.